കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് മന്ത്രദീക്ഷ കൊടുക്കാം. കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളും എല്ലാം കേട്ട് നീണ്ട വർഷങ്ങൾ ഇതിന്റെ ഇടയിലെല്ലാം കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇതിന്റെ ഇടയിലുള്ളൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇത് കഷ്ടപ്പാടാണ് രാഹുല്. ഈശ്വരൻ ഞാനും ഈശ്വരൻ തമ്മിൽ ഒന്നാവുന്ന ഈ പോയിന്റിൽ വരുന്ന ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇത് ദുരിതമാണ്. ഋഷിമാര്, സിദ്ധന്മാര്, യോഗികള് ഇവരെല്ലാവരും ഏത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു ദുർമന്ത്രവാദം ചെയ്യുന്ന, കർമ്മങ്ങൾ ചെയ്യുന്ന, നമ്മൾ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ വീടിൻ്റെ അകത്തുണ്ട്. പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് നമ്മുടെ കൂടെയുള്ള ശത്രു ആരാണ്. നമ്മളെ നശിപ്പിക്കുന്നത് നമ്മുടെ കൂടെയുള്ള ആളാണ്. തീർച്ചയായിട്ടും. എന്താ കാരണം പറയാൻ കാരണം അറിയാമോ? നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ സങ്കടപ്പെട്ട് വേദനിച്ച് ദുഃഖിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു വളർച്ചയില്ല, ഒന്നുമില്ല, ഇപ്പോഴും ജീവിതം അതുപോലെ തന്നെയാണ് നമ്മൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങളുടെ കണ്ണുനീര് കാണുന്ന, നിങ്ങളുടെ ദുഃഖങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങളുടെ വേദനകളിൽ സന്തോഷിക്കുന്ന ആരോ ഒരാൾ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? രാഹുൽ ദുഃഖിച്ച് സങ്കടപ്പെട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന, എന്നാൽ രാഹുലിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് രാഹുലിന് ബോധ്യപ്പെടുന്ന ഒന്നിലധികം ആളുകൾ രാഹുലിന് ചുറ്റുമുണ്ട്. അത് രാഹുലെ അച്ഛനാവാം, അമ്മയാവാം, സഹോദരങ്ങളാവാം, സഹോദരിയാവാം, ഭാര്യയാവാം, മക്കളാവാം, ആര് വേണമെങ്കിലാവാം. തെറ്റിദ്ധരിക്കരുത്. രക്തബന്ധമാണ് എന്ന് കരുതി രാഹുലിനെ ഉപദ്രവിക്കില്ല എന്നൊന്നും ചിന്തിക്കരുത്. ഓരോ മനുഷ്യരും അടുത്ത് വന്ന് എൻ്റെ അടുത്ത് കൺസൾട്ടേഷനൊക്കെ വന്നു കഴിയുമ്പോൾ കരഞ്ഞു പറയുന്നൊരു കാര്യമുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടുന്ന ഉപദ്രവം, അതായത് സ്വന്തം ഭാര്യയും മരുമകളും സന്തോഷിച്ച് ചിരിച്ചും കളിച്ചും നടക്കുന്നത് കാണാൻ സഹിക്കാൻ പറ്റാത്ത അമ്മായിമ്മ ചെയ്ത് കൂട്ടുന്ന പ്രവർത്തികളിൽ അവര് എന്തുമാത്രമാണ് വേദനിക്കുന്നത്. അതായത് ഇവർക്ക് സുഖകരമായ ദാമ്പത്തിക ജീവിതമില്ല, ഇവർക്ക് കടത്തിനോട് കടം, അസുഖങ്ങൾക്ക് അസുഖങ്ങളും, എല്ലാ അമ്പലങ്ങളിൽ പോയി ഇവർക്കെതിരെ നേർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ആ പെണ്ണിനെ കുറ്റം പറഞ്ഞിരിക്കുക, നീ മോശമല്ലേ, നിനക്ക് അങ്ങനെയില്ല, നിനക്ക് ഇങ്ങനെയില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് ഇവർക്ക് വേണ്ടി കർമ്മം ചെയ്തു വെക്കും. ആർക്കാ കിട്ടുന്നത്? ഈ പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള കർമ്മം ചെയ്ത് വെച്ചിട്ട് ഈ പെൺകുട്ടിയിൽ നിന്ന് ഈ പറയുന്ന മകനിലോട്ട് ഈ കർമ്മം, ഈ പറയുന്ന ദോഷമായ കർമ്മം മാറുകയും അത് ആ വീടിന്റെ മൊത്തത്തിലുള്ള അറ്റ്മോസ്ഫിയർ മാറ്റി നെഗറ്റീവായ ഊർജ്ജത്തിലൂടെ ആ വീടിനെ കൊണ്ടെത്തിച്ച് ശേഷം ആ വീട്ടിൽ താമസിക്കുന്ന ആരൊക്കെയാണോ അവരെല്ലാവരും ബാധിക്കാൻ തുടങ്ങും. ആ വീട്ടിൽ താമസിക്കുന്ന ഒരാളും കൂടിയാണ് ആ ചെറുക്കൻ്റെ അമ്മായിമ്മ എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്ക്. അതായത് നമ്മൾ സന്തോഷിക്കുന്നത് കാണാൻ പോലും മനസ്സിലാത്ത ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളെപ്പോഴും വേദനിച്ച്, നമ്മളെപ്പോഴും സങ്കടപ്പെട്ട്, നമ്മളെപ്പോഴും ബുദ്ധിമുട്ട് കാണുന്നതാണ് ആളുകൾക്ക് എപ്പോഴും പല ആളുകൾക്കും ഭയങ്കര ഇഷ്ടം. അതല്ലാതെ ഒന്ന് സന്തോഷിച്ചായിരുന്നു നോക്ക്. ചോദിക്കും, നീ എന്തെത്ര സന്തോഷം, നിനക്കെന്താ എത്ര ആനന്ദം ഇന്നത്തെ ദിവസം എന്നുള്ള ചോദ്യമായിരിക്കും നമുക്ക് ആദ്യം വന്ന് വീഴുന്നത്. ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ ഒട്ടും സേഫ് അല്ല. രാഹുലെ, നമ്മൾ ഈ സമൂഹത്തിനെ ചൂണ്ടി കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. നല്ല ശത്രുക്കള്, നമ്മളോട് എന്തിനാന്ന് പോലും അറിയില്ലാത്ത നല്ല ശത്രുക്കൾ നമ്മുടെ വീടിനകത്തുണ്ട്. നമുക്കെതിരെ ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദം ചെയ്യുന്ന, കർമ്മങ്ങൾ ചെയ്യുന്ന, നമ്മൾ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ വീടിന്റെ അകത്തുണ്ട്. നമ്മുടെ കൂടെ നടക്കണ ശത്രുവിനെ കണ്ടെത്തിയാൽ രാഹുലെ, നമ്മുടെ ജീവിതത്തിലെ 60% പ്രശ്നം മാറും. പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് നമ്മുടെ കൂടെയുള്ള ശത്രു ആരാണെന്ന്. നമ്മൾ അതിനെ ഷുഗർ കോട്ട് ചെയ്തിട്ടോ, സ്നേഹം കൊണ്ട് പൊതിഞ്ഞിട്ടോ, ആത്മാർത്ഥത കൊണ്ട് അതിനെ കവർ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം നമ്മൾ സന്തോഷിക്കുകയും നമ്മൾ സ്നേഹത്തോടെയും നമ്മൾ നടക്കുകയും ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ആവാൻ പറ്റിയില്ലല്ലോ എന്ന് വേദനിക്കുന്ന കുറെ മനുഷ്യർ നമ്മുടെ വീടിന്റെ ഉള്ളിലുണ്ട്. പ്രത്യേകിച്ച് വലിയൊരു കൂട്ടുകുടുംബം ആകുമ്പോഴേക്കും ഈ സാധനം വളരെ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ വന്ന് അവർ കരഞ്ഞ് പിഴിഞ്ഞ്, അവർക്ക് അറിയാൻ പാടില്ല അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കണമെന്ന്. അതായത് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, നല്ല ജോലി ഉണ്ടായിരുന്നു, അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, നല്ല ശമ്പളം ഉണ്ടായിരുന്നു, ആ പൈസ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഫുൾ ടൈം ആശുപത്രി കേസാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകളായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്വന്തം കൂട്ടുകാരൻ അല്ലെങ്കിൽ സ്വന്തം അച്ഛനോ അച്ഛൻ്റെ മക്കളോ അല്ലെങ്കിൽ അമ്മയുടെ ബന്ധുക്കാരോ ആരെങ്കിലും, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ ആരെങ്കിലും, ഇവരായിരിക്കും ഏറ്റവും കൂടുതൽ കർമ്മം ചെയ്തിരിക്കുന്നത്. എനിക്ക് വന്നിരിക്കുന്ന 80% ആളുകളും സ്വന്തം വീട്ടിൽ നിന്ന് ഉപദ്രവം കിട്ടിയ ആളുകളാണ്.
മനസ്സിലായോ? സ്വന്തം ഭാര്യയിൽ നിന്ന് ഉപദ്രവം കിട്ടിയ ആളുകളാണ് ഇവരെ. ആരൊക്കെയോ പറഞ്ഞ് പറ്റിച്ചു വെച്ചേക്കാം. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഒരു കർമ്മം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടും. ഒരു രക്ഷപ്പെടലും ഇല്ല. മനസ്സിലാക്കിക്കോ, ഇത്തരത്തിലുള്ള അധർമ്മികമായ കർമ്മങ്ങൾ ചെയ്യാൻ വിധിക്കപ്പെട്ടതല്ല ഈശ്വരൻ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് വണ്ടി വേണോ, കാറ് വേണോ, നിങ്ങൾക്ക് പണം വേണോ, നിങ്ങളുടെ ഭർത്താവ് മദ്യപിക്കാതെ നടക്കണോ, ഇതൊക്കെ ഈശ്വരന്റെ ജോലിയാണോ? അല്ല. അപ്പൊ ഇത് ചെയ്തു തരുന്ന എന്ത് എനർജിയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഈ എനർജിനെ നിങ്ങൾ വീട്ടിലോട്ട് വിളിച്ചു വരുത്തിട്ട് അവസാനം നിങ്ങൾക്ക് സമാധാനമില്ല, നിങ്ങൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് വട്ട് പിടിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കിയും കണ്ടും വേണം നമ്മൾ ഇതിനോട് എല്ലാം അപ്രോച്ച് ചെയ്യാൻ. മനസ്സിലായോ? നമ്മൾ ഒരാളെ ദ്രോഹിക്കുന്നുണ്ടോ, ഉറപ്പാണ് എന്ത് എനർജിയാണോ നമ്മൾ അങ്ങോട്ട് കടത്തിവിടുന്നത്, ആ സോള് തിരിച്ച് നമ്മുടെ അടുത്തൊരു വരികയും ചെയ്യും, നമ്മളോട് അതിന് പ്രതികാരം ചോദിക്കുകയും ചെയ്യും. പിന്നീട് ഇവർക്ക് ഈ വിഷമങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിന് എങ്ങനെയാണ് നമുക്കൊരു പരിഹാരം കൊടുക്കാൻ കഴിയുന്നത്? ഇത് വിഷമത്തിനേക്കാളും കൂടുതൽ കൺഫ്യൂഷൻ ആയിരിക്കും ഇവർക്ക്. ഇവരുടെ അവജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്ത് കിടക്കുക എന്താന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും ഇവർക്ക് ആദ്യം നിൽക്കുന്നത്. രാഹുലെ, കൃത്യമായിട്ട് എനർജി ബേസിൽ, എനർജി ഉപയോഗിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുകയോ എനർജി ബേസിലുള്ള ട്രീറ്റ്മെന്റുകൾ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾക്കുള്ളിൽ ഇവർ തനിയെ പുറത്തു വരും. വളരെ പെട്ടെന്ന് സംഭവിക്കുന്നല്ല പറയുന്നത്. ഇവിടെ മന്ത്രങ്ങളോ ഹോമങ്ങളോ പൂജകളോ ഇതൊന്നുമില്ല. പറയാൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ രാഹുലിന് ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം ഒരു പരിധി വരെ രാഹുലിന് എൻ്റെ അടുത്ത് പറയാൻ പറ്റുള്ളൂ. ഒരു പരിധി വിട്ടിട്ട് അതിന്റെ ഒരു ഇന്റൻസിറ്റിയിലോട്ടൊന്നും രാഹുലിന് കടക്കാൻ പറ്റൂല. ഒരു സ്റ്റോറി പോലെ പറഞ്ഞു വെക്കാന്നുള്ളൂ. രാഹുലെ, ഞാൻ ചെയ്യുന്ന എൻ്റെ ഡിഫറെന്റ് ആയിട്ടാണ്. ഞാൻ രാഹുലിന്റെ സോളിനോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. രാഹുലിന്റെ സോളിനെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് രാഹുലിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? എന്നിലുള്ള എനർജി ഞാൻ കൊടുക്കുന്നത് സോളിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാഹുലിന്റെ ഉള്ളിലുള്ള, രാഹുലിന് പുറത്ത് നിന്നൊരു സങ്കടങ്ങളും വിഷമങ്ങളും എടുത്ത് തലയിൽ വെച്ച് അതിനെ വേദനിച്ച് സൂയിസൈഡിലോട്ട് പോയി ഭാര്യനെ ഉപദ്രവിച്ച് മക്കളെ ഉപദ്രവിച്ച് മദ്യത്തിലോട്ടും ഡ്രഗ്സിലോട്ടൊക്കെ പോകാൻ കഴിവുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ തിരിച്ചു ചെയ്യാനും കഴിയും. ഇതുപോലെ തിരിച്ചു ചെയ്യാനും കഴിയും. അതിനൊരു സപ്പോർട്ട് തരിക എന്നുള്ളതാണ്. അത് എനർജി രൂപത്തിൽ തരിക എന്നുള്ളതാണ്. മറ്റുള്ള പുറത്തുനിന്ന് നെഗറ്റീവായ എനർജി നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ തരിക എന്നുള്ളതാണ്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഈ നെഗറ്റീവായ എനർജീസും നെഗറ്റീവായ സോളുകളും ഒന്നും ഈ പുറത്തു നിന്ന് വരുന്നതായിട്ട് മാത്രം നമ്മൾ എടുക്കരുത്. ഇതെല്ലാം നമുക്ക് ചുറ്റുമുണ്ട്, എപ്പോഴും ഉണ്ട്. നമ്മൾ എവിടെയും പോയിരുന്നാലും, നടന്നാലും, കുളിക്കാൻ പോയാലും, പുഴയിൽ പോയാലും, എവിടെ പോയാലും നമുക്ക് ഇത്തരത്തിലുള്ള പ്രസൻസുകൾ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അത് നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായ സാധനങ്ങളും കൃത്യമായ കാര്യങ്ങളും നമ്മൾ ചെയ്ത് പോയില്ലെങ്കിൽ ഇത് നമ്മളെ ബാധിക്കും. വൺ ടൈം നമ്മളിത് ബാധിച്ചിട്ട് നമുക്ക് ഭയം ജനറേറ്റ് ആയാൽ പിന്നീട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അതായത് ഫിയർ ജനറേറ്റ് ചെയ്യുന്നിടത്താണ് നമ്മുടെ കൺട്രോളും, നമ്മുടെ ശരീരത്തിന്റെയും നമ്മുടെ മനസ്സിന്റെയും കൺട്രോളും മൊത്തം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പൊ അത് ജനറേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ. അതായത് നമ്മുടെ എനർജിയിൽ നമ്മൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക, അത്രയും ചെയ്താൽ മതി. ഈ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? പല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നതാണ് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാവുന്ന ഏത് ദേവനോടാണോ ദേവിയോടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥന നമ്മൾ കുറേ നാൾ എത്തിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഒരു വിശ്വാസം. ഈ വിശ്വാസം തന്നെയാണ് നമ്മുടെ ഉള്ളിലെ പോസിറ്റീവായ എനർജീനെ, ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബോധം ഉണ്ടല്ലോ, പ്രൊട്ടക്റ്റഡ് ആവുക എന്ന് പറയുന്നത് നമ്മുടെ ബോധം. ഓക്കെ, എന്റെ കൂടെ ഈശ്വരൻ ഉണ്ട് എന്ന് പറയുന്ന എന്റെ ബോധമാണത്. ഈ ബോധത്തെ വളരെ സ്ട്രോങ് ആക്കി നിലനിർത്തും പ്രാർത്ഥനയിലൂടെ. പക്ഷെ സമയമെടുക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജപങ്ങളിലൂടെയാണ്, മന്ത്രജപങ്ങളിലൂടെയാണ് ഇത് അടുത്ത ഘട്ടത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കൃത്യമായ മന്ത്രങ്ങൾ ജപിച്ച് ഏത് ഉപാസനമൂർത്തിനെയാണോ നമ്മൾ കൃത്യമായി പൂജിച്ചും പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് വന്ന സമയത്ത് കൃത്യമായ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് പ്രൊട്ടക്ഷൻ വീഴും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ നമ്മൾ ആ ദേവതയുടെ, ആ ദേവന്റെ മകളാണ്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കടമ ആ ദേവനും ദേവിക്കുമാണെന്നുള്ളൊരു വിശ്വാസം, അല്ലെങ്കിൽ ആ സറണ്ടറിങ് നമ്മളവിടെ നൽകുക. പിന്നെ അവരാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന വിശ്വാസത്തിൽ നമ്മൾ നിൽക്കുക. അപ്പൊ നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ആ ദേവനും അല്ലെങ്കിൽ ദേവി അല്ലെങ്കിൽ ഈശ്വരനുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കും. നമ്മുടെ വിശ്വാസം കുറഞ്ഞാൽ ആ കണക്ഷൻ നമുക്ക് കട്ടായി പോകും. നമ്മുടെ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് പറയുന്നത്, നടന്നു വരൂ, വെള്ളത്തിന് മുകളിലൂടെ നീ നടന്നു വരൂ എന്ന് പറയുന്നത്. മനസ്സിലായി? ആ വിശ്വാസമാണ്. നമുക്ക് വിശ്വാസമുണ്ടോ എന്തും സാധിക്കും. ആ എന്ത് സാധിക്കും എന്ന് പറഞ്ഞതിന്റെ അത്രയും തന്നെയാണ് ഈശ്വരനുമായിട്ട് നമുക്ക് കണക്ട് ആവുക എന്ന് പറയുന്നത്. എന്റെ കൂടെ ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ എന്ന് തിരിച്ചു ചോദിക്കും. മനസ്സിലായോ? ഇതാണ് ഇതിന്റെ റിഫ്ലക്ഷൻ. അടുത്തത് ഏറ്റവും പവർഫുൾ ആയ ഒന്നാണ് കൃത്യമായ മെഡിറ്റേഷനും സാധനങ്ങളും ഉപയോഗിക്കുക എന്ന് പറയുന്നത്. കൃത്യമായ മെഡിറ്റേഷൻ ആണോ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ട, നിങ്ങൾ മന്ത്രവും ജപിക്കേണ്ട, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. നിങ്ങളുടെ ശ്വാസത്തിലൂടെ മാത്രം നിങ്ങളുടെ എനർജീസിനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം.
നിങ്ങളുടെ ഓറേനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. നിങ്ങളുടെ കാർമിക് സർക്കിളിന് ബ്രേക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന അഴുക്കുകൾ മുഴുവൻ എടുത്ത് കളഞ്ഞ് നിങ്ങൾ പുറത്തോട്ട് വരാം. ഒരു കാര്യം പറയട്ടെ, ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്ന ഗുരുക്കന്മാര്, ഋഷിമാര്, സിദ്ധന്മാര്, യോഗികള്, ഇവരെല്ലാവരും ഏത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ്? വളരെ കുറവാണ്. അതെ, ഇവർ അമ്പലവാസികളായിരുന്നില്ല. ഇവര് എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളായിരുന്നില്ല. ഇവരെപ്പോഴും മന്ത്രങ്ങൾ ഉരുവിട്ടിക്കൊണ്ടിരുന്ന ആളുകളായിരുന്നില്ല. പക്ഷെ ഇവരെല്ലാവരും ഒരു ക്രിയ ചെയ്തുകൊണ്ടിരുന്നു. ഏതെങ്കിലും അവരുടെ ഗുരു ഉപദേശിച്ച ഏതെങ്കിലും ക്രിയകളോ ഏതെങ്കിലും കൃത്യമായ മെഡിറ്റേഷൻസ് ആയിരുന്നു ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ജീസസ് ക്രൈസ്റ്റും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച ഒരാളല്ല. അല്ല, ജീസസ് ക്രൈസ്റ്റും ചെയ്തുകൊണ്ടിരുന്ന ക്രിയകളായിരുന്നു, മെഡിറ്റേഷൻ ആയിരുന്നു. സ്വസ്ഥമായി മലമുകളിൽ പോയിരുന്ന് ഏകാന്തമായി ഇരുന്ന് എൻ്റെ ഈശ്വരനുമായിട്ടുള്ള കണക്ഷൻ ആയിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവരെല്ലാവരും ഈ പറയുന്ന വലിയ തലത്തിലോട്ട് ഇവരെല്ലാവരും ഉയർന്നത് ഈശ്വരനോട് എപ്പോഴും ബെഗ് ചെയ്തുകൊണ്ടല്ല, ഈശ്വരനുമായി ഒരുമിച്ചായതുകൊണ്ടാണ്. ഈശ്വരനുമായിട്ട് എങ്ങനെ ഒരുമിച്ചാവും എന്നുള്ള ചിന്ത കൊണ്ടായിരുന്നു. അത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എങ്ങനെ ഒന്നാവും എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒന്നാവുക എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ടഫാണ്. ഇതിനിടയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇത് കഷ്ടപ്പാടാണ് രാഹുലെ. ഈശ്വരൻ ഞാനും ഈശ്വരൻ തമ്മിൽ ഒന്നാവുന്ന ഈ പോയിന്റിൽ വരുന്ന ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇത് ദുരിതമാണ്, കഷ്ടപ്പാടാണ്, പട്ടിണിയാണ്, പരിവട്ടമാണ്, ഇല്ലായ്മകളാണ്, കുറ്റപ്പെടുത്തലാണ്, കഴിവില്ലായ്മയാണ്. ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന വലിയൊരു പോയിന്റാണ്. ഈ പോയിന്റിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് ഒന്നായിട്ട് മാറുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ പറയുന്ന ഗുരുക്കന്മാരെ എല്ലാവരും അവരാ തലത്തിലോട്ടായത് ഏതെങ്കിലും ഗുരുവിൽ നിന്ന് കൃത്യമായ മെഡിറ്റേഷൻസോ കൃത്യമായ സാധനങ്ങളോ ലഭിച്ചവരാണ്. ഇനി രണ്ടാമത്തെ ഘട്ടത്തില് ഇപ്പൊ നിങ്ങൾക്കൊരു ഗുരു വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പൊ എനിക്ക് ഒരുപാട് മനുഷ്യർ പറയാറുണ്ട് ഞങ്ങൾക്ക് കൃത്യമായ ഗുരുവിനെ കിട്ടിയിട്ടില്ല, ഒന്നുമില്ല. നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ദേവൻ ആരാണോ, നിങ്ങളുടെ ഈശ്വരൻ ആരാണോ, അവിടെ കൃത്യമായി നിങ്ങൾ ഇഷ്ടപ്പെടുക, പ്രണയിക്കുക. നിങ്ങൾ കൃത്യമായി വെറും ജസ്റ്റ് കണ്ണുകൾ അടച്ച് നെറ്റിയുടെ മധ്യഭാഗത്തോട്ട് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ ഈശ്വരന്റെ മുഖം മനസ്സിൽ നന്നായി വിചാരിച്ച് നിങ്ങളുടെ ശ്വാസത്തെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ഇത് നിങ്ങൾ കൃത്യമായി ചെയ്തു പോവുക. ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, നിങ്ങൾക്ക് പേടിയുള്ള ആളുകളാണെങ്കിൽ ഇത് ചെയ്യരുത്. ചെറുപ്പത്തിൽ എന്തെങ്കിലും പേടി തട്ടിയ മനുഷ്യരുണ്ടാവും, എന്തെങ്കിലും ഭയങ്ങളോ പേടികളോ പ്രേതങ്ങളോ അങ്ങനെയുള്ള മനുഷ്യർ ഇത് മാറ്റി വെക്കണം, ഈ സാധനം മാറ്റി വെക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ശബ്ദങ്ങളോ എന്തെങ്കിലും അനക്കങ്ങളോ കേട്ടാൽ ഇതുമായിട്ട് ഒരു കണക്ട് ചെയ്യും, പെട്ടെന്ന് പേടിച്ചു. അല്ലാത്ത ആളുകൾ ഇത് ചെയ്യാം. കുറെ നാൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഏത് ഈശ്വരനാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ ഈശ്വരൻ ആരാണോ ആ ഈശ്വരൻ നിങ്ങളുടെ മുന്നിൽ വരികയും ഒന്നുകിൽ സ്വപ്നത്തിലൂടെയോ മെഡിറ്റേഷൻ സമയത്തോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴി നിങ്ങൾക്ക് വരികയോ നിങ്ങൾക്ക് കൃത്യമായ മന്ത്രദീക്ഷയോ അല്ലെങ്കിൽ ഈ പറയുന്ന മെഡിറ്റേഷൻ ദീക്ഷയോ നിങ്ങൾക്ക് തരും. അങ്ങനെ വന്ന ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്നെ കാണാൻ വന്നൊരു അമ്മ, 68 വയസ്സിന്. അമ്മയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്താണ് അമ്മ എന്ന്. അമ്മയോട് സംസാരിക്കണം, വളരെ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. കാഷ്വലായിട്ട് സംസാരിക്കണം എന്താണെന്ന് അറിയാമോ? അമ്മയ്ക്ക് സമാധാനമില്ല, മകൻ ഡ്രഗ്സ് ആണ്, ഉപദ്രവമാണ്, തുണിയില്ലാതെ വീട്ടിൽ നടക്കുന്നത്, വീട്ടിലെ എല്ലാം അടിച്ചു പൊട്ടിച്ചു. ഇനി പൊട്ടിക്കാനുള്ളത് കൃഷ്ണന്റെ വിഗ്രഹം മാത്രമേ ഉള്ളൂ. കൃഷ്ണന്റെ വിഗ്രഹം ഒറ്റപ്പാടുണ്ടാക്കുമ്പോഴേക്കും അമ്മ എടുത്തിട്ട് കൂടെ കൊണ്ട് കിടത്തും, അതിനെ പുതപ്പിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കും. മനസ്സിലായോ? ആ കൃഷ്ണനാണ് മന്ത്രം ഉപദേശിച്ചു കൊടുത്തത്. നീണ്ട വർഷങ്ങൾ അനുഭവിച്ച അമ്മ ഒരു സ്വന്തം മകനെ നൊന്തു പ്രസവിച്ച് ആ മകന്റെ കയ്യിൽ നിന്ന് ഉപദ്രവവും തെറിയും കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളും എല്ലാം കേട്ട് നീണ്ട വർഷങ്ങൾ ഇതിന്റെ ഇടയിലെല്ലാം കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സ്വന്തം അപ്പൊ തിരിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ഈശ്വരൻ ആരാണോ ആ ഈശ്വരനെ കൈ ചൂണ്ടിയിട്ട് നമ്മൾ കുറ്റപ്പെടുത്തുന്നത്. നീ കാരണം കൊണ്ടല്ലേ, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതല്ലേ, നിനക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തില്ല അങ്ങനെ ചെയ്തില്ലേ, ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തെന്നു, നീ എന്തിനാ എന്നെ ദ്രോഹിക്കുന്നത്, ഇനി നീ ഞാനായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയുന്ന മനുഷ്യരിൽ നിന്ന് ആരാണോ വ്യത്യസ്തനാവുന്നത് അവരെയാണ് ഈ പറയുന്ന ഈശ്വരനെ ചേർത്ത് നിർത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതായത് അത് ഞാൻ തന്നതല്ല, അത് നിന്റെ കർമ്മഫലം കൊണ്ടോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഫലം കൊണ്ടോ നിനക്ക് വന്നു ചേർന്നതാണ്. ആ വന്നതിൽ നിന്ന് നിന്റെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നീ പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ ആ പാഠങ്ങൾ എന്ന് പറയുന്നത് ഞാനും നീയും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു ബോധം അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോ ഈ മകൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം ഈ അമ്മ കൃഷ്ണ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. കൃഷ്ണനെ കെട്ടിപ്പിടിക്കാൻ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ കഥ. കൃഷ്ണനെ കെട്ടിപ്പിടിക്കുക, കൃഷ്ണൻ ഉമ്മ കൊടുക്കും, ഗുരുവായൂർ പോവും. അപ്പൊ എന്ത് സംഭവിച്ചു? കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് മന്ത്രദീക്ഷ കൊടുക്കുക. ഇനി അമ്മ ഇതെത്തിച്ചോളൂ. മനസ്സിലായോ? കൃഷ്ണൻ ഗുരുവായൂർ ചെല്ലുമ്പോൾ കൃഷ്ണൻ അടുത്ത് വന്ന് 2 രുദ്രാക്ഷത്തിന് മാല കയ്യിൽ വെച്ചു കൊടുത്ത്. അപ്പൊ വന്നത് ആരാണെന്ന് പോലും അമ്മയ്ക്ക് അറിയാൻ പാടില്ല. അപ്പൊ അമ്മ എന്റെ അടുത്ത് ഇത് കൃഷ്ണനാണെന്ന് വെച്ചിട്ട് നല്ല പറയുന്നത്. എന്റെ അടുത്ത് പറയാ, ഇങ്ങനെ കഥകൾ പറയാ. അപ്പൊ എനിക്ക് മനസ്സിലായി അത് കൃഷ്ണനാ.
അമ്മയ്ക്ക് അത് കൃഷ്ണനാണോ അത് വേറെ ആരെങ്കിലും ആണോ എന്ന് ഒരുപാട് ഡൗട്ട് വന്നു. അതായത് ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയ്ക്കും കൃഷ്ണൻ ചേർത്ത് നിർത്തിയേക്കാം. മനസ്സിലായി? ആ അമ്മയുടെ മുഖത്ത് ഒരു സങ്കടമില്ല, ആ അമ്മയുടെ മുഖത്ത് ഒരു വേദനയില്ല, അമ്മയുടെ ഇല്ലായ്മകളില്ല, ഭർത്താവില്ല, മക്കളിൽ ആരുമില്ല, ഒരേ ഒരു മകനാണ്. ആ മകനാണ് തുണി ഒന്നുമില്ലാതെ വീട്ടിൽ കൂടെ ഓടിക്കളിച്ച് കിടന്ന് ഈ മദ്യം എല്ലാം ഉപയോഗിച്ച് ഈ കണ്ട തെറികൾ മൊത്തം ഇരുന്ന് ഈ കൃഷ്ണന്റെ വിഗ്രഹം എല്ലാം അടിച്ചു പൊട്ടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അവിടെയും കൃഷ്ണനെ പ്രണയിക്കുക, അവിടെയും ഈശ്വരനെ പ്രണയിക്കുക. അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഒരാളാണോ, ഉറപ്പായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടോ. അല്ലാതെ നിങ്ങൾക്ക് എല്ലാം തന്നിട്ടല്ല നിങ്ങൾ സ്നേഹിക്കണ്ടേ. എല്ലാം നിങ്ങൾക്ക് തന്നിട്ട് തിരിച്ചൊരു സ്നേഹം ഈശ്വരന് വേണ്ട. അതായത് രാഹുലിന് പണവും വേണം, നല്ലൊരു ഭാര്യനും വേണം, നല്ലൊരു വീടും വേണം, നല്ലൊരു വണ്ടിയും വേണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നില്ലെങ്കിൽ ഞാൻ രാഹുലിനോട് സ്നേഹമില്ല എന്ന് പറയുന്ന ആ ടോക്സിക് ക്യാരക്ടറാണ് ഈശ്വരന്റെ കാര്യത്തിലും നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത്, അല്ലേ? ഇതങ്ങനെയല്ല ഉപയോഗിക്കണ്ടേ. അത് അങ്ങനെയല്ല കാണണ്ടേ. എനിക്ക് എന്തില്ല, എനിക്ക് എന്ത് ലഭിച്ചില്ല, അതിലോട്ട് ഞാൻ എത്താൻ യോഗ്യത ഇല്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഇത് കിടക്കുന്നത്. അതായത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക്, അതിപ്പോ ശിവനാണെങ്കിലും കൃഷ്ണനാണെങ്കിലും ഒരുപാട് ഈ പറയുന്ന ഈശ്വരന്മാർ പ്രത്യക്ഷപ്പെട്ട ഒരുപാട് മനുഷ്യർ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. എൻ്റെ അടുത്ത് വരാറുണ്ട് അവർ. പ്രത്യേകിച്ച് കൃഷ്ണനോട്, ഇപ്പൊ എൻ്റെ ഗുരു എന്ന് പറയുന്നത് കൃഷ്ണ പരമ്പരയാണ്. അപ്പോൾ കൃഷ്ണനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകൾ എന്നെ കാണാൻ വേണ്ടി വരും. അപ്പോൾ അവരുടെ ഓരോ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെത്രത്തോളമാണ് ഈശ്വരനുമായിട്ട് അടുത്ത് നിൽക്കണേന്ന്. അങ്ങനെയുള്ള മനുഷ്യരോട് ഇപ്പൊ എനിക്കാണെങ്കിലും എനിക്ക് ഭയങ്കര സ്നേഹം തോന്നിപ്പോയി കഴിഞ്ഞ നേരത്തെ വന്ന അമ്മയുടെ അടുത്ത്. അതായത് നമ്മുടെ ഇല്ലായ്മയിലും നമ്മൾ ആരെ ചേർത്ത് നിർത്തുന്നു, നമ്മുടെ വലിയ സമ്പത്തിലും ഇത് ഞാനല്ല, ഇത് എൻ്റെ ഈശ്വരനാണെന്ന് നമ്മൾ എപ്പോൾ തിരിച്ചറിയുന്നു, അന്ന് മുതൽ ആ ചൈതന്യവും ആ ബ്ലെസ്സിങ്ങും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ദൈവത്തിനും തെറി പറഞ്ഞ്, ആ തെറി നാട്ടുകാരും തെറി പറഞ്ഞ്, ആ തെറി വീട്ടുകാരും തെറി പറഞ്ഞ്, കുറച്ച് നാൾ കഴിഞ്ഞാൽ കണ്ണാടിയിൽ നോക്കി നമ്മളെയും പറഞ്ഞ് നമുക്കങ്ങ് നശിച്ചു പോകുന്നല്ല, വേറെ ഒരു ഗുണമില്ല അതിനകത്ത്.